വിനോദ് ഭാസ്കറിന്റെ മൊഴിയും കർണാടക പോലീസിന്റെ എഫ്ഐആറിനോടൊപ്പം താൻ എഴുതിയുണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റും പിന്നെ വള്ളക്കാരൻ കാദർ എന്ന ദൃക്സാക്ഷിയും സാധാരണഗതിയിൽ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ ഇത് തന്നെ ധാരാള. പക്ഷെ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പുലിയാക്കാനും വാക്ചാതുര്യവും സാമർത്ഥ്യവുമുള്ള അഡ്വക്കേറ്റ് രമേശൻ നമ്പ്യാരാണ് നമ്മൾ ഓപ്പോസ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. പണ്ട് ഞങ്ങൾ തമ്മിൽ ഉറച്ചിയപ്പോഴൊക്കെയാണ് നേടിയിട്ടുണ്ട്. അന്ന് പക്ഷെ ഇന്നത്തെ പോലെ സ്ട്രോങ് ആയിരുന്നില്ല പോലീസിന്റെ ഭാഗം. രമേശ് നമ്പ്യാരുടെ കാര്യം ഓർത്ത് സാറ് പേടിക്കണ്ട. പ്രതിക്ക് വേണ്ടി അയാൾ കോടതിയിൽ ഹാജരാവില്ല. ബാംഗ്ലൂരിൽ നിന്ന് രാത്രി 2 മണിക്കാണ് അയാൾ പുറപ്പെട്ടിരിക്കുന്നത് ബൈ കാർ. കർണാടകത്തിലെ റോഡിന്റെ വേഗത കേരളത്തിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കിട്ടില്ല. ഇനി അഥവാ അയാൾ അതിനെ തരണം ചെയ്താൽ തന്നെ കാറിന്റെ വേഗത 100-ന് മുകളിലായിരിക്കണം. ഹൈവേ സ്പീഡ് ലിമിറ്റ് 70 കിലോമീറ്റർ. സെക്ഷൻ 279, 337, 338 പ്രകാരം 70 കിലോമീറ്റർ സ്പീഡിന് മേലെ പായുന്ന വാഹനങ്ങൾ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന് കസ്റ്റഡിയിലെടുക്കാനും ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരമുണ്ട്. എന്റെ സുഹൃത്തും കൊച്ചി ട്രാഫിക് കൺട്രോൾ ASPയുമായ ജേക്കബ് ഇരാളി എന്റെ നിർദ്ദേശമനുസരിച്ച് രമേശ് നമ്പ്യാരെയും കാത്ത് ഹൈവേയിൽ നിൽക്കുന്നുണ്ടാവും. അൾട്രാ മോഡേൺ സംവിധാനങ്ങളുള്ള ഇന്റർസെപ്റ്റർ വെഹിക്കിളിൽ 1.5 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും അവയുടെ വേഗതയും അദ്ദേഹത്തിന് കാണാം. അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. All of you get ready. ട്രാഫിക് റൂൾസ് ലംഘിച്ച് പോലീസ് സ്റ്റോപ്പറിന്റെ വക്കീലിന്റെ കാർ എന്റെ മുമ്പിലൂടെ പാഞ്ഞു പോയി സാർ. സ്പീഡ് അപ്പ് 1 സെക്കൻഡ്. കാർ സ്പീഡ് റെക്കോർഡ് 140 കിലോമീറ്റർ സാർ. യെസ്, ഐ എം ഷുവർ ഇറ്റ്സ് ഹിം. അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ. ഇറങ്ങണം. ബറ്റാലിയൻ പോലീസ് ഉണ്ടല്ലോ, എന്താ പ്രോബ്ലം? ടു അറസ്റ്റ് യു ഫോർ വാട്ട്? ഓവർ സ്പീഡിംഗ്. ഹൈവേ സ്പീഡ് ലിമിറ്റ് 70 km/h. ഐ നോ ദാറ്റ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? തർക്കിക്കാൻ പറ്റില്ല വക്കീലെ. പോലീസിന്റെ ഇന്റർസെപ്റ്ററിൽ ഈ വാഹനത്തിന്റെ സ്പീഡും വിഷ്വലും റെക്കോർഡാണ്. ആൻഡ് യു ആർ സ്പീഡിംഗ് അറ്റ് 140 km. എന്തായാലും ഓവർ സ്പീഡിംഗ് കുറ്റകരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഇക്കണ്ട പോലീസുകാർ മുഴുവൻ നോക്കി നിൽക്കെ കാർ നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ. കാരണം ഈ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇത്രയും വേഗം എന്നെ ഇവിടെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഭായിക്കാം. വിക്രം ഭായ്. ഭായ്. He is Vikram. Vikram Bhai, my friend. Himalayan rally winner. You can arrest him. Bhai, ജോളിയായിട്ട് ഇവരോടൊന്ന് പോയിട്ടോ. By the time I'll arrange for the bail. Sure. Sir, time is up. 11 മണിക്കാണ് കോടതി. കാണാം.